നമ്മളിവിടെ രണ്ട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. ഒന്നാമതായിട്ട് നമ്മളപ്പം ഒരു പശു ഫാം തുടങ്ങുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം, പിന്നെ അത് ആദായകരമാകണമെങ്കിൽ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്ന് നമ്മൾ രണ്ട് കാര്യം ഇവിടെ പറഞ്ഞു. ഒന്നാമതായിട്ട് പൈസ, ക്യാഷ് വേണം. രണ്ടാമതായിട്ട് പറഞ്ഞത് പിന്നെ സ്ഥലം വേണം, നമ്മുടെ സ്വന്തം സ്ഥലമായിരിക്കണം. പിന്നെ അതിൻ്റെ പരിമിതികളെക്കുറിച്ചും ഇതൊക്കെ പറഞ്ഞു, അതെല്ലാം ഞങ്ങൾ പറഞ്ഞു. പിന്നെ ഇതിനിടയ്ക്ക് തന്നെ പറഞ്ഞു ബയോഗ്യാസ് പ്ലാന്റ് വേണം. അപ്പോൾ നമ്മുടെ ബയോഗ്യാസ് പ്ലാന്റ് ഇതാണ്, നോക്കിക്കോളൂ. ഇതാണ് നമ്മുടെ ബയോഗ്യാസ് പ്ലാന്റ്. ഇപ്പോൾ ഞങ്ങൾ ഇവിടെയാണ് ചാണകം ഇടാറ്. ഇന്നതാ ചാണകം രാവിലെ പിള്ളേരെല്ലാം ഇറക്കി ഒന്ന് വെള്ളം മൊത്തം അടിച്ചു വിട്ടു. അപ്പോൾ നമ്മുടെ ബയോഗ്യാസ് പ്ലാന്റ് ഇതാണ്. ഇതുവഴി നമ്മൾ ഇതിലെയാണ് വേസ്റ്റ് വെള്ളം ഇതേ പോകാറ്. ഇതിലെ ഞങ്ങൾ തൊഴുത്ത് വെച്ചപ്പോൾ തന്നെ ഈ ഭാഗത്ത് നമ്മൾ തൊഴുത്ത് വെച്ചപ്പോൾ തന്നെ ഒരു ബയോഗ്യാസ് പ്ലാന്റ് ഞങ്ങൾ ചെയ്തിട്ടാണ് ഞങ്ങൾ അങ്ങോട്ട് തൊഴുത്ത് വെച്ചത്. ഒരു 3 പശുവിൻ്റെ തൊഴുത്താണ്, 3 പശുവിൻ്റെ കെട്ടേണ്ട തൊഴുത്താണ് ഞങ്ങൾ ആദ്യം വെച്ചത്. അപ്പോഴേ തന്നെ ഞങ്ങൾ ഒരു ബയോഗ്യാസ് പ്ലാന്റും ഇത്രയും മതി എന്നുള്ള രീതിയിലാണ് ഞങ്ങൾ ആദ്യം വെച്ചത്. അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ മറ്റ് കുറച്ചുകൂടെ കൂട്ടി ഇങ്ങനെ കൊണ്ടുപോയത്. അത് നമുക്ക് ഇങ്ങോട്ട് കാണാം, വരും. അപ്പോൾ ഞങ്ങൾ ആദ്യം വെച്ച തൊഴുത്താണിത്. ഈ തൊഴുത്ത് ഞങ്ങളൊരു ഐഡിയ ഇല്ലാതെയാണ് ഞങ്ങൾ തൊഴുത്ത് വെച്ചത്. ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, എന്ത് ചെയ്താലും ഒരു ഐഡിയ വേണം. ഒരു 100,000 പ്രാവശ്യം ആലോചിച്ചിട്ട് ചെയ്യാവൂ. ആലോചിക്കാതെ ചെയ്യുന്നതിനൊക്കെ എല്ലാവർക്കും പണി കിട്ടുന്നുണ്ട്. ഈ കാർഷിക മേഖല ഇതിൽ ആലോചിച്ചിട്ട് 100 വട്ടം ആലോചിച്ചിട്ടേ ഇറങ്ങാവൂ. അങ്ങനെയുള്ള ഇറങ്ങാനുള്ള മനസ്സ് വേണം. തളർച്ചയിലും പിടിച്ചു നിൽക്കാനുള്ള മനസ്സുള്ളവർ മാത്രമേ, എന്താ പറയുക, ഇരട്ടച്ചങ്കൊക്കെ വേണമെന്ന് പറയുന്നത് കേട്ടിട്ടില്ലേ? അതുപോലെയുള്ളൊരു ചങ്ക് വേണം, എന്നാലേ ഇതിലേക്ക് വരാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരുപാട് അനുഭവിക്കാനൊക്കെ ഉണ്ട്, പഠിക്കാനും അനുഭവിക്കാനും ഒക്കെ ഉണ്ട് ക്ഷീരമേഖല. അപ്പോൾ നമ്മുടെ തൊഴുത്താണിത്, ഞങ്ങൾ ആദ്യമായിട്ട് വെച്ച തൊഴുത്താണ്. ഒരു ഐഡിയ ഇല്ലാതെ ഞങ്ങളിങ്ങനെ ചെയ്തു. പക്ഷേ നമ്മുടെ ഈ സ്ഥലത്തിൽ നമുക്ക് ഐഡിയ പൂർവ്വം ചിന്തിച്ച് ചെയ്യാമായിരുന്നുവെങ്കിൽ നമുക്ക് സെപ്പറേറ്റ് അപ്പുറത്തും ഇപ്പുറത്തും പശു നിൽക്കുന്ന രീതിയിൽ ഈ നടുഭാഗത്ത് ചെറിയ രീതിയിൽ ഒരു അറവാന കൊണ്ടുപോകുന്ന രീതിയിൽ നമുക്ക് സ്ഥലം പരിമിതപ്പെടുത്തി നമുക്കതെടുക്കാമായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആദ്യമേ തൊഴുത്ത് വെക്കുമ്പോൾ ചിന്തിച്ച് വെക്കുക. പിന്നെ ഞങ്ങൾ ഓരോന്നായിട്ട് ഞങ്ങൾ കെട്ടി ഇങ്ങനെ എടുത്തതാണ് കേട്ടോ. ഇവിടെ നിന്ന് കെട്ടി അപ്പുറത്ത് പോയി അപ്പുറത്ത് തൊഴുത്ത് ഇങ്ങനെ എടുത്തതാണ്. കണ്ടില്ലേ? നമ്മൾ ഈ തൊഴുത്ത് ഞങ്ങൾ പിന്നീട് വെച്ചതാണ്. പിന്നെ അവിടെ വെച്ചിട്ട് ഞങ്ങൾക്ക് എന്ന് വെച്ചാൽ അപ്പുറത്ത് നമ്മുടെ വസ്തുവല്ല, 2 സൈഡും നമ്മുടെ വസ്തുവല്ല. അപ്പോൾ നമുക്ക് പിന്നെ ഈ പശു തൊഴുത്ത് വെച്ച് കഴിഞ്ഞാൽ 4 സൈഡും കാമ്പൗണ്ട് അടിച്ചെടുക്കാനേ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ഇതിനകത്ത് തന്നെ നമുക്ക് പറ്റുള്ളൂ. അല്ലാതെ നമ്മുടെ വസ്തുവാണെങ്കിൽ നമുക്ക് അതുവഴി വന്ന് പശുക്ക് തീറ്റയിട്ട് കൊടുക്കാം, അങ്ങനെയൊക്കെ സജ്ജീകരണം നമുക്ക് ആദ്യമേ ചെയ്യാമായിരുന്നു. പക്ഷേ നമുക്കത് നമ്മുടെ വസ്തു അല്ലാത്തത് കൊണ്ട് നമുക്കങ്ങനെ വെക്കാൻ പറ്റില്ല. നമുക്ക് നടുഭാഗത്തൂടെ തന്നെ വരേണ്ടി വരും. അങ്ങനെ ഞങ്ങൾ ഇതുവരെ വെച്ചു. ഇത്രയും വെച്ച് ഞങ്ങൾ ചെയ്തു. അതിനുശേഷം നമുക്ക് നമ്മുടേതായ, ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് പശു കെട്ടി തുടങ്ങിയ സമയത്ത് നമുക്കൊരു ഒരു ഡോക്ടർ ഉണ്ടായിരുന്നു, എല്ലാം പറഞ്ഞു തരാനും എല്ലാത്തിനും. അത് സാറിപ്പോൾ ഇവിടെ ഇല്ല, സാറ് കോഴിക്കോടാണ്. പിന്നെ സൂരജ് എന്ന് പറയുന്നൊരു സാറാണ്. അപ്പോൾ ആ സാറ് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നു. അങ്ങനെ ഞങ്ങൾ അപ്പുറത്ത് കുറച്ച് സ്ഥലം ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഞങ്ങളൊരു തൊഴുത്ത് ചെയ്യാൻ വേണ്ടിയുള്ള പ്ലാനായിരുന്നു. അങ്ങനെ മേസ്ത്രിമാരെല്ലാം വന്നു, അവരെല്ലാം വന്നു ഇങ്ങനെ തൊഴുത്ത് വയ്ക്കാനുള്ള പ്ലാൻ ഇട്ട് നിന്നപ്പോൾ ഞാൻ കാണിച്ചായിരുന്നു. ഇതാണ് ആ തൊഴുത്ത്. ഞങ്ങൾ ആ സൈഡ് വച്ചതുപോലെ ഈ സൈഡും ഈ ഭാഗം മാത്രം വയ്ക്കുമായിരുന്നു. എന്നിട്ട് ഈ സൈഡ് ഞങ്ങൾ അങ്ങ് വേസ്റ്റാക്കി ഇടാം എന്നുള്ള ഇതായിരുന്നു. പക്ഷേ ആ സാറ് ഞങ്ങൾ വയ്ക്കുന്നതിൻ്റെ അന്ന് തന്നെ ആ സാറ് വന്ന് പറഞ്ഞു, ഒരു തൊഴുത്ത് പണിയുമ്പോൾ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. നമ്മൾ 2 സൈഡും നിങ്ങൾക്ക് പ്രയോജനമാക്കാം. ഈ സൈഡ് നിങ്ങൾക്ക് പശു ഇട്ടാം, ഈ സൈഡും പശു ഇട്ടാം. നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് വലിയ ഓട ഇടേണ്ട കാര്യമില്ല. ഇപ്പോൾ ഈ സൈഡ് കണ്ടില്ലേ, ഈ സൈഡ് നിങ്ങൾക്ക് ഈ തല വെച്ച് പശുവിനെ കെട്ടാം. പിന്നെ അവർക്ക് നിൽക്കേണ്ട ഇത്ര 6 അത്രയും. എനിക്കിപ്പം കൂടുതലായിട്ടൊന്നും നിങ്ങൾക്ക് പറഞ്ഞു തരാൻ അറിയില്ല.
അത് മേസ്ത്രി അവർക്കൊക്കെ അറിയാവൂ. പക്ഷേ ഞാൻ നമ്മുടെ തൊഴുത്തിൻ്റെ ഒരു പ്ലാൻ നിങ്ങൾക്ക് കാണിച്ചു തരികയാണ്. അപ്പോൾ ഞങ്ങൾ ലാസ്റ്റ് വെച്ച തൊഴുത്താണ്, നല്ല പ്രയോജനമുള്ളൊരു തൊഴുത്താണ്. വലിയ ഞങ്ങൾ എന്തുവാ ഓട ഇട്ടിട്ടില്ല, കണക്കിനുള്ള ഓട ഇട്ടിട്ടുള്ളൂ. അപ്പോൾ പശുക്കൾ ഇങ്ങോട്ട് വന്ന് കിടക്കും. പിന്നെ 2 സൈഡ് നമുക്ക് പശുവില്ല. ഇപ്പോൾ 10 പശു നമുക്കിവിടെ നല്ലതായിട്ട് കെട്ടാൻ പറ്റും. 10 പശുവിന് നമുക്ക് നല്ലതായിട്ട് ഇവിടെ കെട്ടാൻ പറ്റും. അല്ലെങ്കിൽ ഞങ്ങൾ വച്ചതുപോലെ ആദ്യം വച്ചതുപോലെ വെച്ച് 5 പശുവിനെ ഞങ്ങൾക്ക് കെട്ടാൻ പറ്റുള്ളൂ. പക്ഷേ ഇവിടെ ഇപ്പോൾ ഇതാ 2 സൈഡും അങ്ങോട്ടും ഇങ്ങോട്ടും തല. പക്ഷേ ചില സ്ഥലങ്ങളിൽ വന്നിട്ട് 2 സൈഡും തല അടുപ്പിച്ച് ഒരേപോലെ ആക്കിയിട്ട് പുല്ലൂട്ടി അങ്ങനെ ചെയ്യാൻ പറ്റും. അങ്ങനെയും ഒരു സിസ്റ്റം ഉണ്ട്. അങ്ങനെ ശ്രദ്ധിച്ച് ചെയ്യുക. ഇതിപ്പോൾ നമുക്ക് വന്നിട്ട് നമ്മളിപ്പോൾ മതിലല്ലേ, നമുക്കിപ്പോൾ 2 സൈഡും മതിലായതുകൊണ്ട് നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. ഞങ്ങൾ ആ രീതിയിലാണ് ഞങ്ങളിവിടെ ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും നിങ്ങൾക്കത് ചെയ്യാം. പക്ഷേ ചെയ്യുമ്പോൾ തന്നെ നല്ല ബുദ്ധിപൂർവ്വം ചെയ്യുക. നമ്മളിപ്പോൾ ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. 10 പശുവിനെ നമുക്കിവിടെ കെട്ടാം. അതുകൊണ്ട് തൊഴുത്ത് വയ്ക്കുന്നതിലും ഒരുപാട് കാര്യങ്ങളുണ്ട്. പഠിക്കുക എന്ന് പറയുമ്പോൾ തൊഴുത്ത് ശ്രദ്ധിച്ച് ചെയ്തില്ലാന്നുണ്ടെങ്കിൽ പിന്നെ ചർക്കൽ വരുന്നുണ്ടോ, സ്ലിപ്പാണ്. അപ്പോൾ ഞങ്ങളുടെ തൊഴുത്ത് അവിടെയൊക്കെ നല്ല സ്ലിപ്പാവുന്നുണ്ട്. അതിന് ഞങ്ങൾക്ക് ഒന്നിനും മെയിൻറ്റെയിൻ ചെയ്യണം. പക്ഷേ ഇവിടെ മേറ്റിൻ്റെ ആവശ്യമില്ല. നന്നായിട്ട് പശുക്കൾ എണീക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ രീതിയിൽ ചെയ്യണം. കൂടുതൽ സിമൻറ്റ് അങ്ങനെ പോളിഷ് ചെയ്യാതെ നോർമലായിട്ട് പരിക്കം പിടിച്ചിടുക. ഇതൊക്കെ ഞങ്ങൾ ഇപ്പോൾ തന്നെയാണ്, ഇപ്പോൾ ഞങ്ങൾ ലാസ്റ്റ് വെച്ച തൊഴുത്താണ് ഞങ്ങളിങ്ങനെ ഇത് നല്ല രീതിയിൽ ആക്കിയിട്ടുള്ളത്. ഈ തൊഴുത്ത് ഞങ്ങൾക്ക് നല്ല ഇതാണ് കേട്ടോ, നല്ല എന്താ പറയുക, നന്നായിട്ട് എനിക്ക് ചെയ്യാം. അതുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ പഠിക്കേണ്ട. അപ്പം ഇനി അടുത്തൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇനി നമുക്ക് തൊഴുത്ത് പഠിച്ചതിന് ശേഷം വേറെയും കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ ബാക്കി നമുക്ക് പിന്നെ നോക്കാം. ഓക്കെ, ബൈ.